നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള സ്നാക്കാണ്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ ബ്രെഡും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ബ്രെഡും ഏത്തപ്പഴവും ചേർത്തിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കി ചൂട് മാറി കഴിഞ്ഞിട്ടാണ് കഴിച്ചത്, അതുകൊണ്ടാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. സാധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്നതാണ്. ഇന്ന് വരാൻ വൈകി പോയതുകൊണ്ട് ഉണ്ടാക്കി ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് കഴിച്ചത്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ പഴം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെയ്യിലാണ് പഴം വഴറ്റിയെടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യിലേക്ക് നമ്മൾ ഒരു വലിയ ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ല പഴുത്ത പഴം ഉണ്ടല്ലോ, നന്നായിട്ട് തൊലി കറുത്ത് തുടങ്ങിയ അത്രയും പഴുത്ത പഴം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്താലും താല്പര്യമായിരിക്കും. പക്ഷെ നമുക്ക് ഒരുപാട് മധുരങ്ങൾ വന്നു കഴിയുമ്പോൾ കഴിക്കാൻ മടുപ്പ് തോന്നിപ്പോവും. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ അധികം മധുരം ചേർക്കാതെ നമുക്ക് മടുപ്പ് തോന്നാതെ തന്നെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടോ റൈസിൻസോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പഴം ഒന്ന് കുക്കായി വരണം, ഒന്ന് സോഫ്റ്റായി വരണം. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ സോഫ്റ്റായി വന്നോളും. വെളിച്ചെണ്ണയിൽ ചെയ്യരുത് കേട്ടോ ഈ ഒരു റെസിപ്പി. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യും ബട്ടറുമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യ് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പഴം കുക്കായി വരുമ്പോൾ ഒന്ന് മധുരം ചെക്ക് ചെയ്യാം. പഴത്തിൻ്റെ മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മുടെ പഴം ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉടയ്ക്കുമ്പോൾ കണ്ടോ ഉടഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചില കുട്ടികൾക്ക് തേങ്ങ ഇഷ്ടമായിരിക്കില്ല, അപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ആ തേങ്ങ ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് തേങ്ങ ചേർക്കുന്നത്. ചേർത്തില്ല എന്ന് വെച്ചാലും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മധുരം കുറവുണ്ട്. പഴുത്ത പഴം തന്നെയാണ് ഞാൻ എടുത്തിരുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതും ചേർത്ത് ഒന്ന് ഇളക്കുക. പഞ്ചസാര കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. പഞ്ചസാര നമ്മുടെ പഴത്തിലേക്കും തേങ്ങയിലേക്കും ഒന്ന് പിടിച്ചു വരണം. നമ്മൾ പഴം വിളയിച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് അങ്ങ് കളറൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ, ഇതുണ്ടോ? ഇത്രയും മതി കേട്ടോ. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ബ്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഈ പാനിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റണം, എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ബ്രെഡ് പീസ് ആണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അധികം വലിയ ബ്രെഡ് പീസ് അല്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അധികം വലിപ്പമുള്ള പീസുകളായിട്ടല്ല. ഇതുപോലെ എല്ലാം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഞാൻ പഴത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ചേർക്കുന്നത്. എന്താണ് പറയാൻ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചൂസിൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഏലക്കാപ്പൊടിയുടെ കാര്യം വിട്ടുപോയി, അതുകൊണ്ടാണ്.
അപ്പുറത്തേക്ക് വെക്കത്. ഞാൻ പോണേ. വേഗം വരുമോ? ആരെ ഞാൻ വിളിക്കും. വിളിച്ച് നോക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബ്രെഡ് പീസുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ പരത്തിയെടുത്താലേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് പതുക്കെ പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ AC ഓണാക്കിയിട്ടിട്ടുണ്ടേ. വീട് ഉറക്കണക്കാണ്. സിസ്റ്റം തിരിഞ്ഞു വരും നോക്കണ്ട. രണ്ട് സൈഡിലേക്കും പരത്തി ഇതുപോലെ എടുക്കുക. ഇപ്പോൾ കേട്ടല്ലോ പിക്ചേഴ്സ് സംസാരിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി എന്നുള്ള വിലയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബ്രെഡൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കാം കേട്ടോ. 1 or 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നെയ്യിൽ മൊരിച്ചെടുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ പുറമെ നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. കുറച്ചുകൂടി പാല് ചേർക്കാം കേട്ടോ. ഈ മിക്സ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ബ്രെഡിൽ ഫില്ല് ചെയ്യാം. ബ്രെഡിൽ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഇതിൻ്റെ ഒരു സൈഡിലാണ് ഞാനിപ്പോൾ ഫില്ലിംഗ് വെക്കാൻ പോകുന്നത്. ഫില്ലിംഗ് നമ്മൾ കൈകൊണ്ട് എടുത്ത് വയ്ക്കായിരിക്കും ഏറ്റവും ഈസി. ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് വയ്ക്കാം. പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി ഫില്ലിംഗ് വെക്കണ്ട. ചെറിയ ബ്രെഡ് സ്ലൈസ് ഒക്കെ ആകുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഫില്ലിംഗ് വെക്കാം കേട്ടോ. നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്താ ഇപ്പോൾ ഇത്രേ വെക്കുന്നുള്ളൂ, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് എടുത്തിട്ട് ഈ ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്രെഡിൻ്റെ. അപ്പോൾ കിച്ചൂസ് വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കിച്ചൂസിന് മധുരം ഇഷ്ടവുമല്ല. അപ്പോൾ കിച്ചൂസിന് ഫുഡ് ഉണ്ടാക്കാം എന്ന് വെച്ചപ്പോൾ കിച്ചൂസ് പറഞ്ഞു മാമിൻ്റെ എന്തോ പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, ഫോട്ടോ എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൂസ് വേഗം കിച്ചൂസിൻ്റെ ഫ്രണ്ട് എബിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി വന്നിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്നതൊക്കെ രാജീവേട്ടൻ്റെ ഫേവറേറ്റ് സ്നാക്സ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള മധുരമുള്ള സ്നാക്സൊക്കെ ഏറ്റവും ഇഷ്ടം രാജീവേട്ടനാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഈ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുക. രണ്ട് സൈഡും കറക്റ്റായിട്ടൊന്ന് ഒട്ടി വരണം. എങ്കിലേ നമുക്ക് പൊട്ടിപ്പോവാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുട്ടയൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാ പീസുകളും. അപ്പോൾ ഞാൻ എന്താ വേറെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. അധികം വേണ്ട, നമുക്ക് ഈ ബ്രെഡൊന്ന് മൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് കുറച്ച് മതി. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ മുട്ടയും പാലും പഞ്ചസാരയും ചേർന്ന മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഈ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം. ബ്രെഡിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ കുക്കായി കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ 4 പീസ് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് കുക്കായി വരുമ്പോഴേ അടുത്ത സൈഡിലേക്ക് തിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ തിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പീസ് ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് അടുത്ത സൈഡിലേക്ക് പതുക്കെ തിരിച്ചു കൊടുക്കാം. ശ്രദ്ധയോടെ തിരിക്കുക, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. സോഫ്റ്റാണല്ലോ ബ്രെഡ്, നന്നായിട്ട് സോഫ്റ്റാണ്. കണ്ടോ, ആ മുട്ടയുടെ ഇതും കൂടി വരുമ്പോൾ, മുട്ടയും പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കളറാവുക. അപ്പോൾ നമ്മൾ എല്ലാ പീസും തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ കളറായി വരട്ടെ. അതിനുശേഷം നമുക്ക് സൈഡ്സ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ആദ്യമേ തന്നെ നമ്മൾ സൈഡ്സ് കുക്ക് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ, വലിയ ആളുകൾക്ക് വേണ്ട, ഈ ചൂടോടുകൂടി തന്നെ കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയും കൂടി കടിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സ്പ്രിങ്കിൾ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ രാജീവേട്ടന് ഷുഗറാണ്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര പരമാവധി കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കൊരു മധുരമുള്ള സ്നാക്കൊക്കെ കാണിച്ചു തരണ്ടേ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ മധുരമുള്ള റെസിപ്പീസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മധുരമുള്ള റെസിപ്പീസ് വളരെ കുറവേ ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ ഓണമൊക്കെ ആണല്ലോ, ഓണമൊക്കെ ആകുമ്പോൾ എന്തായാലും പായസങ്ങളും മധുരം തന്നെയായിരിക്കും വീട്ടിലുള്ളതുകൊണ്ട് മാക്സിമം മധുരം കുറച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ മധുരം അനുസരിച്ച്, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് മാത്രം ചേർക്കുക. നമുക്കിനി ഇങ്ങനെ പതുക്കെ അനക്കി കൊടുക്കാം പാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതിന് ഇതുപോലെ ഇവിടെ ഇരുന്നിട്ടൊന്ന് കുക്കാവട്ടെ. അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്വീറ്റ് ബ്രെഡ് ബനാന സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ. ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ. വലിയ ആളുകൾ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ട് അധികം കഴിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.